Hello everyone, welcome to Nanan Academy. മനുഷ്യ ശരീരവും ആരോഗ്യവും എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട 115 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യത്തെ ചോദ്യം, ശരീരത്തിൽ രക്തം പമ്പ് ചെയ്യുന്ന അവയവം. ശരീരത്തിൽ രക്തം പമ്പ് ചെയ്യുന്ന അവയവം ഹൃദയം. ശരീരത്തിൽ രക്തം പമ്പ് ചെയ്യുന്ന അവയവം ഏതാണ്? ഹൃദയമാണ് ശരീരത്തിൽ രക്തം പമ്പ് ചെയ്യുന്ന അവയവം. രണ്ടാമത്തെ ചോദ്യം, ശരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കുഴൽ. ശരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കുഴൽ ഏതാണ്? അയോർട്ട. ശരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കുഴൽ അയോർട്ട. മൂന്നാമത്തെ ചോദ്യം, രക്തത്തിലുള്ള ദ്രാവകം. രക്തത്തിലെ ദ്രാവക ഭാഗം അറിയപ്പെടുന്നത് എന്താണ്? പ്ലാസ്മ. രക്തത്തിലെ ദ്രാവക ഭാഗമാണ് പ്ലാസ്മ. നാലാമത്തെ ചോദ്യം, സാധാരണയായി എല്ലാവർക്കും സ്വീകരിക്കാവുന്ന രക്തഗ്രൂപ്പ്. സാധാരണയായി എല്ലാവർക്കും സ്വീകരിക്കാവുന്ന രക്തഗ്രൂപ്പ് O ഗ്രൂപ്പ്. സാധാരണയായി എല്ലാവർക്കും സ്വീകരിക്കാവുന്ന രക്തഗ്രൂപ്പ് ഏതാണ്? O ഗ്രൂപ്പാണ് സാധാരണയായി എല്ലാവർക്കും സ്വീകരിക്കാവുന്ന രക്തഗ്രൂപ്പ്. അഞ്ചാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പിസ് ആണ്. സ്നേപ്പിസ് എന്നാണ് ഇവിടെ എഴുതിയുള്ളത്. സ്റ്റേപ്പിസ് ആണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പിസ്. ആറാമത്തെ ചോദ്യം, മുഖത്തെ ഏറ്റവും വലിയ അസ്ഥി. മുഖത്തെ ഏറ്റവും വലിയ അസ്ഥി കീഴ്ത്താടിയെല്ല്. മുഖത്തെ ഏറ്റവും വലിയ അസ്ഥി കീഴ്ത്താടിയെല്ല്. ഏഴാമത്തെ ചോദ്യം, മൂത്രത്തിലെ പ്രധാന വിസർജ്യ വസ്തു. മൂത്രത്തിലെ പ്രധാന വിസർജ്യ വസ്തു യൂറിയ. മൂത്രത്തിലെ പ്രധാന വിസർജ്യ വസ്തു ഏതാണ്? യൂറിയാണ് മൂത്രത്തിലെ പ്രധാന വിസർജ്യ വസ്തു. എട്ടാമത്തെ ചോദ്യം, കൊക്കപ്പുഴുവിന്റെ ആഹാരം. കൊക്കപ്പുഴുവിന്റെ ആഹാരം എന്താണ്? രക്തം. കൊക്കപ്പുഴുവിന്റെ ആഹാരം രക്തം. ഒൻപതാമത്തെ ചോദ്യം, മനുഷ്യ മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗം. മനുഷ്യ മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗം ഏതാണ്? സെറിബ്രം. മനുഷ്യ മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗം ഏതാണ്? സെറിബ്രം. പത്താമത്തെ ചോദ്യം, വിയർപ്പിൽ ലയിച്ചിട്ടുള്ള പ്രധാന ലവണം. വിയർപ്പിൽ ലയിച്ചിട്ടുള്ള പ്രധാന ലവണം സോഡിയം ക്ലോറൈഡ്. വിയർപ്പിൽ ലയിച്ചിട്ടുള്ള പ്രധാന ലവണം ഏതാണ്? സോഡിയം ക്ലോറൈഡ് ആണ് വിയർപ്പിൽ ലയിച്ചിട്ടുള്ള പ്രധാന ലവണം. പതിനൊന്നാമത്തെ ചോദ്യം, ശുദ്ധരക്തം പ്രവഹിക്കുന്ന കുഴലുകൾ. ശുദ്ധരക്തം പ്രവഹിക്കുന്ന കുഴലുകൾ ധമനികൾ. ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലുകൾ ഏതാണ്? ധമനികൾ. അശുദ്ധരക്തം വഹിക്കുന്ന കുഴലുകൾ സിരകൾ. അശുദ്ധരക്തം വഹിക്കുന്ന കുഴലുകൾ ഏതാണ്? സിരകളാണ് അശുദ്ധരക്തം വഹിക്കുന്നത്. പതിമൂന്നാമത്തെ ചോദ്യം, ശ്വാസകോശങ്ങളെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ഭിത്തി. ശ്വാസകോശങ്ങളെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ഭിത്തി പ്ലൂറ. പ്ലൂറ ആണ് ശ്വാസകോശങ്ങളെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന ഭിത്തി. പതിനാലാമത്തെ ചോദ്യം, ശരീരത്തിലെ തുലനം നിലനിർത്തുന്ന അവയവം. ശരീരത്തിലെ തുലനം നിലനിർത്തുന്ന അവയവം ഉൾച്ചെവി. ശരീരത്തിലെ തുലനം നിലനിർത്തുന്ന അവയവം ഏതാണ്? ഉൾച്ചെവിയാണ് ശരീരത്തിലെ തുലനം നിലനിർത്തുന്ന അവയവം. പതിനഞ്ചാമത്തെ ചോദ്യം, ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി. ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ. ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? കരളാണ് ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി. പതിനാറാമത്തെ ചോദ്യം, രക്തത്തിലെ ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം. രക്തത്തിലെ ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? ഇരുമ്പ്. അയണാണ് രക്തത്തിലെ ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം. പതിനേഴാമത്തെ ചോദ്യം, ശരീരത്തിൽ ന്യൂക്ലിയസ് ഇല്ലാത്ത കോശം. ശരീരത്തിൽ ന്യൂക്ലിയസ് ഇല്ലാത്ത കോശം ചുവന്ന രക്താണുക്കൾ. ശരീരത്തിൽ ന്യൂക്ലിയസ് ഇല്ലാത്ത കോശം ചുവന്ന രക്താണുക്കൾ. പതിനെട്ടാമത്തെ ചോദ്യം, ത്വക്കിന് കറുത്ത നിറം നൽകുന്ന സൂര്യപ്രകാശത്തിലെ ഘടകം. ത്വക്കിന് കറുത്ത നിറം നൽകുന്ന സൂര്യപ്രകാശത്തിലെ ഘടകം ഏതാണ്? അൾട്രാവയലറ്റ് രശ്മികൾ. ത്വക്കിന് കറുത്ത നിറം നൽകുന്ന സൂര്യപ്രകാശത്തിലെ ഘടകം അൾട്രാവയലറ്റ് രശ്മികൾ.
19ാമത്തെ ചോദ്യം, മനുഷ്യന്റെ കഴുത്തിൽ എത്ര അസ്ഥികളുണ്ട്? മനുഷ്യന്റെ കഴുത്തിൽ എത്ര അസ്ഥികളുണ്ട്? 7. 20ാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി തുടയെല്ല് അഥവാ ഫീമർ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ്? ഫീമർ അഥവാ തുടയെല്ലാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമുള്ള ഭാഗം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമുള്ള ഭാഗം പല്ലിന്റെ ഇനാമൽ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമുള്ള ഭാഗം പല്ലിന്റെ ഇനാമൽ. മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം. മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികൾ 206 അസ്ഥികളാണ് ഉള്ളത്. മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം 206. 23ാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ക്രോമസോമുകളുടെ എണ്ണം. മനുഷ്യ ശരീരത്തിൽ എത്ര ക്രോമസോമുകളുടെ എണ്ണം എത്രയാണ്? 23 ജോഡി ക്രോമസോമുകളാണ് മനുഷ്യ ശരീരത്തിലുള്ളത്. 23 ജോഡി ക്രോമസോമുകൾ അഥവാ 46 ക്രോമസോമുകൾ. 24ാമത്തെ ചോദ്യം, ഒരാൾക്ക് എത്ര വാരിയെല്ലുകളുണ്ട്? ഒരാൾക്ക് എത്ര വാരിയെല്ലുകളുണ്ട്? 24 എണ്ണം. 25ാമത്തെ ചോദ്യം, മനുഷ്യന്റെ തലയോട്ടിയിലെ അസ്ഥികളുടെ എണ്ണം. മനുഷ്യന്റെ തലയോട്ടികളുടെ അസ്ഥികളുടെ എണ്ണം 29 എണ്ണമാണ്. 26ാമത്തെ ചോദ്യം, രോഗമില്ലാത്ത ആളുടെ ഹൃദയം മിനിറ്റിൽ എത്ര പ്രാവശ്യം സ്പന്ദിക്കും? രോഗമില്ലാത്ത ഒരാളുടെ ഹൃദയം മിനിറ്റിൽ എത്ര പ്രാവശ്യം സ്പന്ദിക്കും? ഉത്തരം 72 പ്രാവശ്യം. രോഗമില്ലാത്ത ഒരാളുടെ ഹൃദയം മിനിറ്റിൽ എത്ര പ്രാവശ്യം സ്പന്ദിക്കും? 72 പ്രാവശ്യം. 27ാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഊഷ്മാവ്. മനുഷ്യ ശരീരത്തിലെ സാധാരണ ഊഷ്മാവ് എത്രയാണ്? 36.9 ഡിഗ്രി സെൽഷ്യസ് അഥവാ 98.4 ഡിഗ്രി ഫാരൻഹീറ്റ്. സെൽഷ്യസിൽ പറയുമ്പോൾ 36.9 ഡിഗ്രി സെൽഷ്യസ്, ഫാരൻഹീറ്റിൽ 98.4 മനുഷ്യ ശരീരത്തിലെ സാധാരണ ഊഷ്മാവാണ്. 28ാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ കോശം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ കോശം നാഡീകോശം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ കോശം നാഡീകോശം. 29ാമത്തെ ചോദ്യം, മാംസക്കുറവ് കൊണ്ട് ഉണ്ടാകുന്ന രോഗം. മാംസക്കുറവ് കൊണ്ട് ഉണ്ടാകുന്ന രോഗം ക്വാഷിയോർക്കർ. 30ാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിൽ കൊളസ്ട്രോളിന് കാരണമായ ഭക്ഷണ ഘടകം. മനുഷ്യ ശരീരത്തിൽ കൊളസ്ട്രോളിന് കാരണമായ ഭക്ഷണ ഘടകം ഏതാണ്? കൊഴുപ്പ്. മനുഷ്യ ശരീരത്തിൽ കൊളസ്ട്രോളിന് കാരണമായ ഭക്ഷണ ഘടകം ഏതാണ്? കൊഴുപ്പ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ഭക്ഷണ ഘടകം ജലം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ഭക്ഷണ ഘടകം ജലം. ഇരുമ്പിന്റെ അംശം ഏറ്റവും കൂടുതലുള്ള ആഹാരം. ഉത്തരം ഇലക്കറികൾ. ഇരുമ്പിന്റെ അംശം ഏറ്റവും കൂടുതലുള്ള ആഹാരം ഏതാണ്? ഇലക്കറികളാണ് ഇരുമ്പിന്റെ അംശം ഏറ്റവും കൂടുതലുള്ള ആഹാരം. ഭക്ഷണത്തിലെ മുഖ്യ ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഭക്ഷണത്തിലെ മുഖ്യ ഘടകങ്ങൾ അന്നജം, കൊഴുപ്പ്, മാംസ്യം, ജീവകങ്ങൾ, ധാതുലവണങ്ങൾ, ജലം. ഏതൊക്കെയാണ് ഭക്ഷണത്തിലെ മുഖ്യ ഘടകങ്ങൾ? അന്നജം, കൊഴുപ്പ്, മാംസ്യം, ജീവകങ്ങൾ, ധാതുലവണങ്ങൾ, ജലം. ഇവയൊക്കെയാണ് ഭക്ഷണത്തിലെ പ്രധാന ഘടകങ്ങൾ. 34ാമത്തെ ചോദ്യം, ഊർജം നൽകുന്ന ഭക്ഷണ ഘടകങ്ങൾ. ഊർജം നൽകുന്ന ഭക്ഷണ ഘടകങ്ങൾ അന്നജങ്ങൾ, കൊഴുപ്പുകൾ. ഊർജം നൽകുന്ന ഭക്ഷണ ഘടകങ്ങൾ ഏതൊക്കെയാണ്? അന്നജങ്ങൾ, കൊഴുപ്പുകളാണ് ഊർജം നൽകുന്ന ഭക്ഷണ ഘടകങ്ങൾ. 35ാമത്തെ ചോദ്യം, ഇരുമ്പിന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം. ഇരുമ്പിന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം വിളർച്ച. ഇരുമ്പിന്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം വിളർച്ച. 36ാമത്തെ ചോദ്യം, എല്ലിന്റെയും പല്ലിന്റെയും സംരക്ഷണത്തിന് ആവശ്യമായ ധാതുലവണം. എല്ലിന്റെയും പല്ലിന്റെയും സംരക്ഷണത്തിന് ആവശ്യമായ ധാതുലവണം ഏതാണ്? ഉത്തരം കാൽഷ്യം. എല്ലിന്റെയും പല്ലിന്റെയും സംരക്ഷണത്തിന് ആവശ്യമായ ധാതുലവണം കാൽഷ്യം.
37ാമത്തെ ചോദ്യം, മിക്കവാറും എല്ലാ ഭക്ഷണ ഘടകങ്ങളും അടങ്ങിയിരിക്കുന്ന ഭക്ഷണപദാർത്ഥം. മിക്കവാറും എല്ലാ ഭക്ഷണ ഘടകങ്ങളും അടങ്ങിയിരിക്കുന്ന ഭക്ഷണ പദാർത്ഥം ഏതാണ്? ഉത്തരം പാല്. 38ാമത്തെ ചോദ്യം, നെല്ലിക്കയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ സി. നെല്ലിക്കയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ സി ആണ് നെല്ലിക്കയിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ സി. ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകം. ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകം ഏതാണ്? വിറ്റാമിൻ സി ആണ് ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകം. ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ സി. അടുത്ത ചോദ്യം, വിറ്റാമിൻ സിയുടെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗം. വിറ്റാമിൻ സിയുടെ കുറവ് കൊണ്ടുണ്ടാകുന്ന ഒരു രോഗമാണ് സ്കർവി. വിറ്റാമിൻ സിയുടെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗം സ്കർവി. 41ാമത്തെ ചോദ്യം, അരിയുടെ തവിടിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ. അരിയുടെ തവിടിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ബി. അരിയുടെ തവിടിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ബി. അടുത്ത ചോദ്യം, വിറ്റാമിൻ ബിയുടെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗം. വിറ്റാമിൻ ബിയുടെ കുറവ് കൊണ്ടുണ്ടാകുന്ന ഒരു രോഗമാണ് ബെറിബെറി. വിറ്റാമിൻ ബിയുടെ കുറവ് കൊണ്ടുണ്ടാകുന്ന ഒരു രോഗമാണ് ബെറിബെറി. അടുത്ത ചോദ്യം, കാഴ്ചക്കുറവും അന്ധതയും ഉണ്ടാകുന്നത് ഏത് വിറ്റാമിന്റെ കുറവ് കൊണ്ടാണ്? കാഴ്ചക്കുറവും അന്ധതയും ഉണ്ടാകുന്നത് ഏത് വിറ്റാമിന്റെ കുറവ് കൊണ്ടാണ്? ഉത്തരം വിറ്റാമിൻ എ. വിറ്റാമിൻ എയുടെ കുറവ് കൊണ്ടാണ് കാഴ്ചക്കുറവും അന്ധതയും ഉണ്ടാകുന്നത്. കാഴ്ചക്കുറവും അന്ധതയും ഉണ്ടാകുന്നത് ഏത് വിറ്റാമിന്റെ കുറവ് കൊണ്ടാണ്? വിറ്റാമിൻ എ. 44ാമത്തെ ചോദ്യം, വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗം. വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗമാണ് കണ. വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലം കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗം കണ. 45ാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിൽ എത്ര ശതമാനം വെള്ളമുണ്ട്? മനുഷ്യ ശരീരത്തിൽ ഏകദേശം 70% വെള്ളമുണ്ട്. മനുഷ്യ ശരീരത്തിൽ എത്ര ശതമാനം വെള്ളമുണ്ട്? ഏകദേശം 70% വെള്ളമുണ്ട്. 46ാമത്തെ ചോദ്യം, വിറ്റാമിൻ B12 അടങ്ങിയിരിക്കുന്ന മൂലകം. വിറ്റാമിൻ B12 അടങ്ങിയിരിക്കുന്ന മൂലകം ഏതാണ്? കൊബാൾട്ട്. വിറ്റാമിൻ B12 അടങ്ങിയിരിക്കുന്ന മൂലകം കൊബാൾട്ട്. 47ാമത്തെ ചോദ്യം, ശരീര വളർച്ചയ്ക്കും ശരീരത്തിലെ കേടുപാടുകൾ തീർക്കുന്നതിനും ആവശ്യമായ ഭക്ഷണ ഘടകം ഏതാണ്? പ്രോട്ടീൻ അഥവാ മാംസ്യം. ശരീര വളർച്ചയ്ക്കും ശരീരത്തിലെ കേടുപാടുകൾ തീർക്കുന്നതിനും ആവശ്യമായ ഭക്ഷണ ഘടകം പ്രോട്ടീനാണ് അഥവാ മാംസ്യമാണ്. ശരീര വളർച്ചയ്ക്കും ശരീരത്തിലെ കേടുപാടുകൾ തീർക്കുന്നതിനും ആവശ്യമായ ഭക്ഷണ ഘടകം പ്രോട്ടീൻ. 48ാമത്തെ ചോദ്യം, കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതെല്ലാമാണ്? കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതെല്ലാമാണ്? വിറ്റാമിൻ എ, ഡി, ഇ, കെ. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതൊക്കെയാണ്? വിറ്റാമിൻ എ, ഡി, ഇ, കെ ഇവയെല്ലാം കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ്. 49ാമത്തെ ചോദ്യം, വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ. വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതാണ്? വിറ്റാമിൻ ബി, സി എന്നിവ വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ്. വിറ്റാമിൻ ബി, സി വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ. വിറ്റാമിൻ എ, ഡി, ഇ, കെ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ്. 50ാമത്തെ ചോദ്യം, ശരീരത്തിൽ സൂര്യപ്രകാശത്തിന്റെ സഹായത്താൽ നിർമ്മിക്കുന്ന വിറ്റാമിൻ. ഉത്തരം വിറ്റാമിൻ ഡി. ശരീരത്തിൽ സൂര്യപ്രകാശത്തിന്റെ സഹായത്താൽ നിർമ്മിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ ഡി ആണ് ശരീരത്തിലെ സൂര്യപ്രകാശത്തിന്റെ സഹായത്താൽ നിർമ്മിക്കുന്ന വിറ്റാമിൻ. 51ാമത്തെ ചോദ്യം, കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസം. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസം. ഉത്തരം പിത്തരസം. കരൾ ഉൽപ്പാദിപ്പിക്കുന്ന ദഹനരസം ഏതാണ്? പിത്തരസം. 52ാമത്തെ ചോദ്യം, ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിക്കുന്ന രോഗം.
ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിക്കുന്ന രോഗം ജലദോഷം. ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിക്കുന്ന രോഗം ഏതാണ്? ജലദോഷം. ജലദോഷത്തിന് കാരണമായ അണുജീവി ഏതാണ്? വൈറസ്. ജലദോഷത്തിന് കാരണമായ അണുജീവി ഏതാണ്? വൈറസാണ്. ജലദോഷത്തിന് കാരണമാകുന്നത് റൈനോ വൈറസ് ആണ്. ജലദോഷത്തിന് കാരണമായ അണുജീവി ഏതാണ്? റൈനോ വൈറസ്. 54ാമത്തെ ചോദ്യം. ചുവന്ന രക്താണുക്കളുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം. ചുവന്ന രക്താണുക്കളുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം അനീമിയ. ചുവന്ന രക്താണുക്കളുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം അനീമിയ. അയഡിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗം. അയഡിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗം ഏതാണ്? ഗോയിറ്റർ. അയഡിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗം ഗോയിറ്റർ. ഇൻസുലിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗം പ്രമേഹം. ഇൻസുലിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗം പ്രമേഹം. 57ാമത്തെ ചോദ്യം. രക്തത്തിൽ വെളുത്ത രക്താണുക്കൾ വർദ്ധിക്കുന്നത് മൂലമുണ്ടാകുന്ന രോഗം ലുക്കീമിയ. രക്തത്തിൽ വെളുത്ത രക്താണുക്കൾ വർദ്ധിക്കുന്നത് മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ലുക്കീമിയ. രക്തത്തിൽ വെളുത്ത രക്താണുക്കൾ കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗം ലൂക്കോപീനിയ. രക്തത്തിൽ വെളുത്ത രക്താണുക്കൾ കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗം ലൂക്കോപീനിയ. അടുത്ത ചോദ്യം. പ്രായമായവരിൽ തൈറോക്സിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗം. പ്രായമായവരിൽ തൈറോക്സിൻ്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗം മിക്സഡിമ. പ്രായമായവരിൽ തൈറോക്സിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം മിക്സഡിമ. ഹൃദ്രോഗത്തിന് കാരണമാകുന്ന കൊഴുപ്പ് കൊളസ്ട്രോൾ. ഹൃദ്രോഗത്തിന് കാരണമാകുന്ന കൊഴുപ്പ് കൊളസ്ട്രോൾ. ക്ഷയരോഗമുണ്ടാക്കുന്ന അണുജീവി ട്യൂബർകുലോസിസ് ബാസിലസ്. ക്ഷയരോഗമുണ്ടാക്കുന്ന അണുജീവി ട്യൂബർകുലോസിസ് ബാസിലസ്. 62ാമത്തെ ചോദ്യം. കോളറ രോഗം ബാധിക്കുന്നതിന് കാരണമായ അണുജീവി ബാക്ടീരിയ. കോളറ രോഗം ബാധിക്കുന്നതിന് കാരണമായ അണുജീവി ബാക്ടീരിയ. ഇൻഫ്ലുവൻസ, മഞ്ഞപ്പിത്തം എന്നിവയ്ക്ക് കാരണമായ രോഗാണു വൈറസ്. ഇൻഫ്ലുവൻസ, മഞ്ഞപ്പിത്തം എന്നിവയ്ക്ക് കാരണമായ രോഗാണു വൈറസ്. മലമ്പനിക്ക് കാരണമായ രോഗാണു പ്ലാസ്മോഡിയം. മലമ്പനിക്ക് കാരണമായ രോഗാണു പ്ലാസ്മോഡിയം. മലമ്പനി പരത്തുന്ന ജീവി അനോഫിലസ് പെൺകൊതുകുകൾ. മലമ്പനി പരത്തുന്ന ജീവി ഏതാണ്? അനോഫിലസ് പെൺകൊതുകുകൾ. മന്ത് പരത്തുന്ന ജീവി ക്യൂലസ് പെൺകൊതുകുകൾ. മന്ത് പരത്തുന്നത് ക്യൂലസ് പെൺകൊതുകുകൾ. 67ാമത്തെ ചോദ്യം. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച ശക്തിയില്ലാതായി തീരുന്ന രോഗം. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച ശക്തിയില്ലാതായി തീരുന്ന രോഗം മാലക്കണ്ണ്. 68ാമത്തെ ചോദ്യം. വെള്ളെഴുത്ത് പരിഹരിക്കുവാൻ ഉപയോഗിക്കുന്ന ലെൻസ്. വെള്ളെഴുത്ത് പരിഹരിക്കുവാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഈ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യാം. ആൻസർ കമൻറ്റിലുണ്ടാവും. 69ാമത്തെ ചോദ്യം. പ്ലേഗ് പരത്തുന്ന ജീവി. എലിച്ചെള്ള്. പ്ലേഗ് പരത്തുന്ന ജീവി എലിച്ചെള്ള്. 70ാമത്തെ ചോദ്യം. തൈറോക്സിൻ്റെ കുറവ് മൂലം കുട്ടികളിൽ കാണുന്ന രോഗം ക്രെട്ടനിസം. തൈറോക്സിൻ്റെ കുറവ് മൂലം കുട്ടികളിൽ കാണുന്ന രോഗം ക്രെട്ടനിസം. 71ാമത്തെ ചോദ്യം. ആദ്യമായി കണ്ടുപിടിച്ച ആൻറ്റിബയോട്ടിക് ഔഷധം പെൻസിലിൻ. ബാക്ടീരിയ മൂലമുണ്ടാകുന്ന 3 രോഗങ്ങൾ കോളറ, കുഷ്ഠം, ക്ഷയം. ബാക്ടീരിയ മൂലമുണ്ടാകുന്ന 3 രോഗങ്ങൾ കോളറ, കുഷ്ഠം, ക്ഷയം. വൈറസ് മൂലമുണ്ടാകുന്ന 3 രോഗങ്ങൾ വസൂരി, പിള്ളവാതം, ജലദോഷം. വൈറസ് മൂലമുണ്ടാകുന്ന 3 രോഗങ്ങൾ വസൂരി, പിള്ളവാതം, ജലദോഷം. 74ാമത്തെ ചോദ്യം. പാമ്പ് കടിച്ചാൽ കുത്തിവെക്കുന്ന ഔഷധം ആൻറ്റിവെനം.
പാമ്പ് കടിച്ചാൽ കുത്തിവെക്കുന്ന ഔഷധം ഏതാണ്? ആൻറ്റിവെനം. പാമ്പ് കടിച്ചാൽ കുത്തിവെക്കുന്ന ഔഷധം ആൻറ്റിവെനം. കുടിക്കുന്ന വാക്സിൻ എന്നറിയപ്പെടുന്നത് പോളിയോ വാക്സിൻ. ക്ഷയരോഗത്തിനെതിരായ കുത്തിവയ്പ്പ് BCG. 77ാമത്തെ ചോദ്യം, ട്രിപ്പിൾ ആൻറ്റിജൻ കുത്തിവയ്ക്കുന്നത് ഏതെല്ലാം രോഗങ്ങളെ പ്രതിരോധിക്കാനാണ്? ഡിഫ്തീരിയ, വില്ലൻ ചുമ, ടെറ്റനസ്. ട്രിപ്പിൾ ആൻറ്റിജൻ കുത്തിവയ്ക്കുന്നത് ഏതെല്ലാം രോഗങ്ങളെ പ്രതിരോധിക്കാനാണ്? ഡിഫ്തീരിയ, വില്ലൻ ചുമ, ടെറ്റനസ്. 78ാമത്തെ ചോദ്യം, ഉയർന്ന കാഴ്ചശക്തി നൽകുന്ന കണ്ണിലെ കോശങ്ങൾ ഏവ? റോഡ് കോശങ്ങൾ. 79ാമത്തെ ചോദ്യം, യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് തൈമോസിൻ. 80ാമത്തെ ചോദ്യം, അസ്ഥികളിൽ അടങ്ങിയിരിക്കുന്ന ലോഹമൂലകം കാൽഷ്യം. അസ്ഥികളിൽ അടങ്ങിയിരിക്കുന്ന ലോഹമൂലകം ഏതാണ്? കാൽഷ്യമാണ് അസ്ഥികളിൽ അടങ്ങിയിരിക്കുന്ന ലോഹമൂലകം. മുട്ടുചിരട്ടയുടെ ശാസ്ത്രീയ നാമം എന്ത്? പാറ്റല്ല. രക്തപര്യന വ്യവസ്ഥ കണ്ടെത്തിയത് വില്യം ഹാർവി. ആരാണ്? വില്യം ഹാർവിയാണ് രക്തപര്യന വ്യവസ്ഥ കണ്ടെത്തിയത്. രക്തഗ്രൂപ്പുകൾ കണ്ടെത്തിയത് കാൾ ലാൻഡ്സ്റ്റെയ്നർ. 83ാമത്തെ ചോദ്യം, രക്തഗ്രൂപ്പുകൾ കണ്ടെത്തിയതാര്? കാൾ ലാൻഡ്സ്റ്റെയ്നർ. 84ാമത്തെ ചോദ്യം, സാർവിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് AB ബ്ലഡ് ഗ്രൂപ്പ്. സാർവിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് O ഗ്രൂപ്പ്. സാർവിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് AB ഗ്രൂപ്പ്. 86ാമത്തെ ചോദ്യം, നട്ടെല്ലിൽ കൂടി കടന്നു പോകുന്ന തലച്ചോറിൻ്റെ ഭാഗം സുഷുമ്ന. ഏതാണ്? സുഷുമ്നയാണ് നട്ടെല്ലിൽ കൂടി കടന്നു പോകുന്ന തലച്ചോറിൻ്റെ ഭാഗം. 87ാമത്തെ ചോദ്യം, ആഹാരം പ്രധാനമായും ശരീരത്തിലേക്ക് സ്വാംശീകരിക്കപ്പെടുന്നത് എവിടെ വെച്ച്? ഉത്തരം ചെറുകുടലിൽ വെച്ച്. 88ാമത്തെ ചോദ്യം, കാൽസിഫെറോൾ എന്നറിയപ്പെടുന്ന ജീവകം വൈറ്റമിൻ D. 89ാമത്തെ ചോദ്യം, അമിത മദ്യപാനം മൂലം കരളിനുണ്ടാകുന്ന ജീർണാവസ്ഥ സിറോസിസ്. 90ാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ. ഏതാണ്? കരളാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി തൈറോയിഡ് ഗ്രന്ഥി. ഏതാണ്? തൈറോയിഡ് ഗ്രന്ഥി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? കരൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ത്വക്ക്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ കോശം നാഡീകോശം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഫീമർ അഥവാ തുടയെല്ല്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പിസ്, കാണുന്നത് ചെവിയിലെ അസ്ഥിയാണ് സ്റ്റേപ്പിസ് അസ്ഥി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് സ്റ്റേപ്പിസ് അസ്ഥി.
മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം 206. ആകെ അസ്ഥികൾ 206. മനുഷ്യ ശരീരത്തിലെ ആകെ പേശികളുടെ എണ്ണം 639. മനുഷ്യ ശരീരത്തിലെ ആകെ പേശികളുടെ എണ്ണം 639. തലച്ചോറിൻ്റെ ഏറ്റവും വലിയ ഭാഗം സെറിബ്രം. തലച്ചോറിൻ്റെ ഏറ്റവും വലിയ ഭാഗം ഏതാണ്? സെറിബ്രം. മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം സെറിബെല്ലം. മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം സെറിബെല്ലം. 100ാമത്തെ ചോദ്യം, രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ഉത്തരം സ്ഫിഗ്മോമാനോമീറ്റർ. രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം സ്ഫിഗ്മോമാനോമീറ്റർ. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്നത് വൃക്ക. മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്നത് വൃക്ക. കണ്ണിലെ ലെൻസ് ഏത് വർഗത്തിൽ പെട്ടതാണ്? ഉത്തരം കോൺവെക്സ്. കണ്ണിലെ ലെൻസ് ഏത് വർഗത്തിൽ പെട്ടതാണ്? ഉത്തരം കോൺവെക്സ് ലെൻസ്. പഴങ്ങളിൽ കൂടുതലായി അടങ്ങിയിട്ടുള്ള ജീവകം സി. പഴങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന ജീവകം ഏതാണ്? വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ സി. ാമത്തെ ചോദ്യം, രോഗപ്രതിരോധത്തിന് ഏറ്റവും ആവശ്യമുള്ള ജീവകം സി. രോഗപ്രതിരോധത്തിന് ഏറ്റവും ആവശ്യമുള്ള ജീവകം സി. രക്തം കട്ടയാവാൻ സഹായിക്കുന്ന വിറ്റാമിൻ കെ. രക്തം കട്ടിയാവാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ കെ. 100ാമത്തെ ചോദ്യം, സൂര്യപ്രകാശത്താൽ ത്വക്ക് ഉൽപ്പാദിപ്പിക്കുന്ന വിറ്റാമിൻ ഡി. സൂര്യപ്രകാശത്തിൻ്റെ സഹായത്തോടെ ത്വക്ക് ഉൽപ്പാദിപ്പിക്കുന്ന വിറ്റാമിൻ ഡി. ഹൃദയത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആവരണം ഏതാണ്? ഉത്തരം പെരികാർഡിയം. ഹൃദയത്തെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ആവരണം ഏതാണ്? പെരികാർഡിയം. മനുഷ്യന് കാണാൻ കഴിയില്ല എന്നാൽ തേനീച്ചകൾക്ക് കാണാൻ കഴിയുന്ന പ്രകാശകിരണം ഏത്? ഉത്തരം അൾട്രാവയലറ്റ്. മനുഷ്യന് കാണാൻ കഴിയില്ല എന്നാൽ തേനീച്ചകൾക്ക് കാണാൻ കഴിയുന്ന പ്രകാശകിരണം ഏതാണ്? ഉത്തരം അൾട്രാവയലറ്റ്. 109ാമത്തെ ചോദ്യം, വൃക്കയിലൂടെ ഒരു ദിവസം കയറിയിറങ്ങുന്ന രക്തത്തിൻ്റെ അളവ് എത്ര? ശരാശരി 170 ലിറ്റർ. വൃക്കയിലൂടെ ഒരു ദിവസം കയറിയിറങ്ങുന്ന രക്തത്തിൻ്റെ അളവ് ശരാശരി 170 ലിറ്റർ. അടുത്ത ചോദ്യം, മനുഷ്യഹൃദയത്തിലെ ആകെ വാൽവുകളുടെ എണ്ണം 4. മനുഷ്യഹൃദയത്തിലെ ആകെ അറകളുടെ എണ്ണം. മനുഷ്യഹൃദയത്തിലെ ആകെ അറകളുടെ എണ്ണം 4. അറകളുടെ എണ്ണം എന്ന് വായിക്കുക. 111ാമത്തെ ചോദ്യം, കേടുവന്നാൽ ശരിപ്പെടുത്താൻ കഴിയാത്ത ശരീരകോശം നാഡീകോശങ്ങൾ. കേടുവന്നാൽ ശരിപ്പെടുത്താൻ കഴിയാത്ത ശരീരകോശം നാഡീകോശങ്ങൾ. 112, ആരോഗ്യവാനായ ഒരു മനുഷ്യൻ്റെ കണ്ണിലുള്ള പ്രഷർ എത്രയാണ്? 15.22 മില്ലിമീറ്റർ മെർക്കുറി. 113ാമത്തെ ചോദ്യം, ആമാശയ ക്യാൻസർ ഏറ്റവും കൂടുതൽ കാണുന്ന രക്തഗ്രൂപ്പ് എ ഗ്രൂപ്പ്. ഈ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യാം കേട്ടോ. 113 സ്കിപ്പ്. 114ാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ക്യാൻസർ ബാധിക്കാത്ത 2 അവയവങ്ങൾ. ഹൃദയം ചെറുകുടൽ. 115ാമത്തെ ചോദ്യം, ഒരു മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ മരിക്കുന്നത് വരെ വളർച്ചയില്ലാത്ത അവയവം ഏതാണ്? കണ്ണിലെ കൃഷ്ണമണി. 116